ബംഗ്ലാദേശിലെ സൈനിക ശക്തി ഉടൻ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ബംഗ്ലാദേശ് ആരംഭിച്ചിരിക്കുന്നു. ഇതിനായി പാകിസ്ഥാനിലും ചൈനയിലും മറ്റും ഈ ബംഗ്ലാദേശിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ചർച്ച നടത്തിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ പ്രകാരം ചൈനയിൽ നിന്ന് ഈ ആയുധങ്ങളെ നിരീക്ഷിക്കാനുള്ള റഡാറുകൾ വാങ്ങുന്നത് സംബന്ധിച്ച ഒരു കരാർ ഈ അടുത്ത് തന്നെ ബംഗ്ലാദേശ് ഒപ്പിട്ടേക്കുമെന്നുള്ള വാർത്തകളും വരുന്നു. പാകിസ്ഥാനുമായിട്ട് ബംഗ്ലാദേശ് ഇപ്പോൾ ചർച്ച നടത്തുന്നത് ബംഗ്ലാദേശിൻ്റെ പഴയ ടാങ്കുകൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കുന്നത്. ധാക്ക കൺമോൺമെൻറ്റ് ആർമിയുടെ മൾട്ടി പവർ കോംപ്ലക്സിൽ വെച്ചാണ് ചൈന നോർത്ത് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡുമായിട്ട് ചർച്ച നടത്തിയത്. അതായത് റഡാർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. പാകിസ്ഥാനുമായി നടത്തിയ ചർച്ച 4T59 KMK 58T69G ടാങ്കുകളെ നവീകരിക്കുക, കൂടുതൽ ടാങ്കുകൾ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ലോകം ഉറ്റുനോക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുമ്പോട്ട് പോകുന്ന ബംഗ്ലാദേശ് എന്തിനാണ് ധൃതി പിടിച്ച് ഇത്തരത്തിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതും തങ്ങളുടെ സൈനിക ബലം കൂട്ടുന്നതുമെന്നാണ്. പക്ഷേ ഈ നീക്കങ്ങളെല്ലാം ഇന്ത്യ ജാഗ്രതയോടുകൂടി തന്നെയാണ് കാണുന്നത്. കാരണം ഈ മുഹമ്മദ് യൂനിസ് ചൈനയിൽ എത്തുന്നതിന് 4 ദിവസം മുമ്പ് ഈ റഡാർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബംഗ്ലാദേശിൽ നടന്നിരുന്നു. ഏതായാലും അതിൻ്റെ വാർത്തകളും കൂടുതൽ വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. ഏതായാലും ബംഗ്ലാദേശ് രണ്ടും കൽപ്പിച്ചൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണോ എന്നൊരു ചോദ്യവും അന്തരീക്ഷത്തിൽ ഉയരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.